രാവിലെ നല്ല മഴയാണ്. നമ്മളിന്ന് കൊല്ലത്തെ വീട്ടിലാണുള്ളത്. അപ്പോൾ രാവിലെ പുറത്ത് നല്ല മഴയൊക്കെ, കുറച്ച് ലേറ്റായിട്ടാണ് എണ്ണീറ്റത്. അങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ പാവക്കുട്ടിയൊക്കെ സൈഡിൽ ഇരിക്കുന്ന ഉണ്ണിക്കുട്ടൻ എഴുന്നേറ്റിട്ടില്ല. ഉണ്ണിക്കുട്ടൻ നല്ല ഉറക്കമാണ്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, കണ്ണാടി നോക്കി ഷോയൊക്കെ കഴിഞ്ഞു. അങ്ങനെ മഴയൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നിട്ട് നേരെ താഴേക്ക് പോയി. താഴേക്ക് ചെന്നപ്പോൾ അവിടെ ടി വി വെച്ചിരിക്കുന്ന കാർട്ടൂണൊക്കെ ഇട്ട് ഉണ്ണിക്കുട്ടൻ വരുന്നത് കാത്ത് അമ്മൂമ്മയും അപ്പൂപ്പനും വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ രാവിലെ അപ്പവും കൊഞ്ചുതീലുമായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഇന്ന് ഇച്ചിരി മീനച്ചാറിൻ്റെ പരിപാടിയാണ്. അങ്ങനെ മീനച്ചാർ ഇടാനായിട്ട് ചൂരയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മ മത്തി കൂട്ടാൻ വെച്ചത് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. പിന്നെ മത്തി വറുത്തത് അത് ഇന്നലത്തെയാണ്. അതെല്ലാം തുറന്ന് നോക്കി. എന്നിട്ട് മീൻ അച്ചാറിടാനായിട്ടുള്ള മസാലയൊക്കെ തേച്ച് മീനെല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് ഇനി മീൻ വറുത്ത് കോരണമല്ലോ, അതാണല്ലോ പ്രധാന പരിപാടി. വറുത്ത് കോരി കഴിയുമ്പോൾ അറിയാം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ മീനെല്ലാം പുരട്ടി വെച്ചിരുന്നതൊക്കെ എടുത്ത് എണ്ണയ്ക്കകത്തിട്ട് പതിയെ വറക്കാനായിട്ട് തുടങ്ങി. ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആ മീൻ അച്ചാറിടാനുള്ള ആ വറുത്ത് കോരി വെച്ചിട്ടുള്ള ആ പെറുക്കിത്തീറ്റ അതൊരു വല്ലാത്ത ഫീലാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ വേറെയും മീൻ വറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കിളിമീനൊക്കെ വറുത്തെടുത്തു. ആ ചട്ടിയിൽ തന്നെ കുറച്ച് ചൂട ഇരുന്നതും മസാലയൊക്കെ തേച്ച് വറക്കാനായിട്ട് വെച്ചു. ഇവിടെ വന്നാൽ പിന്നെ പൊതുവെ മീനിന് ക്ഷാമമൊന്നുമില്ല, ഇവിടെ മീനൊക്കെ കിട്ടും. അങ്ങനെ മീനെല്ലാം വറക്കാനായിട്ടിട്ടു. പിന്നെ നല്ല മഴയായത് കാരണം നന്നായിട്ട് മീനൊക്കെ വറുത്ത് ചോറുണ്ടിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് കറണ്ടൊക്കെ പോയി, ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അച്ചാറിനുള്ള ചൂരയൊക്കെ റെഡിയായി. ഞാൻ എല്ലാം കൂടെ അരച്ചാണ് എടുക്കുന്നത്. അങ്ങനെ പൊടിയും ഒക്കെ ഇട്ട് അച്ചാറൊക്കെ റെഡിയാക്കി എടുത്തു. ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അച്ചാർ സൂപ്പറായിരുന്നു.